ഈ അടിപിടി അക്രമ ബഹളത്തിനിടയിൽ ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇ ഡിയുടെ റെയ്ഡിൽ ബാങ്ക് അക്കൗണ്ടുകളുടെയും ഒരുപാട് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. വീണ തൈക്കണ്ടിയുടെ പിണറായിയുടെ വീട്ടിൽ നിന്ന്, തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ജനൻ ടി വി ഒരു ബി ജെ പി ചാനലായതുകൊണ്ട്, ബി ജെ പി അനുകൂല ചാനലായതുകൊണ്ട് അതിൽ പറയുന്നത് വീണ തൈക്കണ്ടിയെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അവരുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊണ്ട് പോയി പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സത്യമാണെന്ന് തോന്നുന്നു. കാരണം അതിന് പിന്നാലെയാണ് ഇപ്പൊ ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ മൊത്തം ശേഖരിച്ചു. ഇനിയിപ്പോ എന്തായാലും നടപടി കർശനമാക്കും. കാരണം ഇന്ന് അവിടെ പാർട്ടി സഹാക്കൾ നടത്തിയ പെർഫോമൻസ് അനുസരിച്ച് ഇനി കേന്ദ്രം ഏതായാലും അവർ സഹിക്കുമെന്നേ തോന്നുന്നില്ല. ഞാൻ ചോദിക്കാൻ പറ്റും, വീണ തൈക്കണ്ടിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ പ്രതിഷേധിക്കാൻ ഇവിടെ CPM എന്താണ് അധികാരമുള്ളത്? പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാള് അതെ ഏത് കെയർ ഓഫിൽ പ്രതിഷേധിക്കും? മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പേരിൽ, ഞങ്ങളുടെ സഖാവിന്റെ മോള്, ഞങ്ങളുടെ രാജാവിന്റെ മോളെന്നുള്ള ആ രീതിയിൽ അവർ പ്രതിഷേധിക്കും. പക്ഷേ ഈ മുൻ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ദുരൂഹ ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ഈ പാർട്ടിയിൽ ആരെങ്കിലും ഈ പിണറായി വിജയനോടോ അല്ലെങ്കിൽ MV ഗോവിന്ദനോടോ പറയും? ഈ വന്നമാരെങ്കിലും പാർട്ടിക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കലാപം നടത്താൻ വന്ന കക്ഷികൾ ഇവർ വേറെ ഹയർ ചെയ്ത് കൊണ്ട് ഗുണ്ടകളോ ഏതോ വാടക എടുത്തുകൊണ്ട് വന്ന കക്ഷികളാണ്. ഗുണ്ടകളെ ഇറക്കിയാണ്. എന്താണെങ്കിലും ഇ ഡി റെയ്ഡിൽ കാര്യമായി തടഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. അതിന്റെ കലിപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ. അവിടെ വന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളെ സംരക്ഷിച്ചോണം. എന്താണ്, ഞങ്ങൾ കട്ടു തിന്നിട്ടുണ്ട്, ഞങ്ങൾ എൻ്റെ 10 തലമുറയ്ക്കുള്ളത് അടിച്ചു മാറ്റിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇതിലൊന്നും ഞാൻ തരികയില്ല. നിങ്ങൾ വന്ന് തന്നെ, ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ അന്തതി പരമ്പരകൾ അനുഭവിച്ചോളൂ, പേരെ കുട്ടിയൊക്കെ ഉണ്ട്, അവർ അനുഭവിച്ചോളൂ. അല്ല നീയൊക്കെ പോയി ജയിലിൽ കിടന്നോളാന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്കത് ബാധകമല്ല എന്നുള്ളത്, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാനാണ് പാർട്ടി, പ്രസ്ഥാനം ആരാണ്, പ്രസ്ഥാനത്തെ നിങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസ്ഥാനം ആരാണ്? ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ ചെറിയ നാടകമൊക്കെ നടത്തി അദ്ദേഹം ബസ്സിൽ കയറി പോകുന്നത്. അവിടെ അറസ്റ്റ് വരിച്ചു. അവിടെ ചെന്ന് ഇ ഡിയുടെ ഓഫീസിന് മുമ്പ് നിന്ന് ഇന്ദാബാദ് വിളിച്ചു പോലീസ്. അതില് ഒരാൾ എനിക്ക് തോന്നുന്നു വിജു കൃഷ്ണനാണെന്ന് സംശയം. വിജു കൃഷ്ണൻ ആണെങ്കിൽ അത് ദയനീയമാണ്. വിജു കൃഷ്ണൻ ഒരു നല്ല കക്ഷിയാണെന്നുള്ളതാണ് നമ്മൾ പൊതുവെ എല്ലാവരും കരുതിയിരുന്നത്. ഇതുപോലെ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകളുടെ, മുൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം പാർട്ടി നേതാവിന്റെ മകളുടെ തട്ടിപ്പിന് റേഡിയോ വരുമ്പോൾ അതിന്റെ പേര് പ്രതിഷേധിക്കും ബിജു കൃഷ്ണൻ ഇറങ്ങുമെന്ന് തോന്നി. പക്ഷേ ആളെ കണ്ടപ്പോൾ ബിജു കൃഷ്ണൻ എനിക്ക് തോന്നി ബേബിയുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ പാർട്ടിക്കെതിരെ കേസില്ല, പിണറായി വിജയനെതിരെ കേസില്ല. കേസുള്ളത് വീണ തൈക്കണ്ടിക്കെതിരെയാണ്. അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ആ ഇടപാടിൽ കേന്ദ്ര ഏജൻസികളാണ് ദുരൂഹത കണ്ടുപിടിച്ചത്. അപ്പോൾ ആ കമ്പനികളുടെ 2 ഉടമകളെയും പ്രതികളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർക്ക് കൃത്യമായ വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഇവരുടെ അടുത്ത നീക്കം അടുത്തതായിട്ട് അവർ ജയിലിലേക്കാണ് പോകേണ്ടത്. അത് ജയിലിലേക്ക് പോവുക തന്നെ ചെയ്യും. അതിന് ഇവിടുത്തെ CPM എന്താണ് പറയാനുള്ളത്? CPM എന്താണ് ഇതിനകത്ത്? CPM ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത് നേതാക്കളുടെ മക്കളുടെ കാര്യമാണ്, വ്യക്തിപരമായ കാര്യമാണ്. അതിലൊരിക്കലും ഇടപെടേണ്ടതില്ല. മാത്രമല്ല ഈ നേതാക്കന്മാരുടെ മക്കൾ ബിസിനസ് നടത്തുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും അത് അവരെ വ്യക്തിപരമായ കാര്യമാണെന്നാണ് പറയുന്നത്. എപ്പോഴും പാർട്ടി വിശദീകരണം നൽകിയിട്ടുള്ളത്. പാർട്ടി അതുമായിട്ട് ഒരു ബന്ധമില്ല. അവരവരുടെ സ്വന്തമായ നിലയിൽ അവർ ബിസിനസ്സൊക്കെ നടത്തി സ്വസ്ഥമായി ജീവിച്ചു പോരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്നാണ് അവർ ചോദിക്കുമായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു മാറ്റം, പരിവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം എന്താണെങ്കിലും ശരി, പിണറായി വിജയൻ കുടുങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മകളുടെ ഇടപാടിന് അച്ഛൻ അറിയാതെ, അച്ഛൻ്റെ ഓഫീസ് അറിയാതെ മുഖ്യമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളത് 100% ചുമ്മാ ഒരാൾ കൊണ്ട് കുറേ പൈസ അയച്ചു കൊടുക്കും. അല്ല, നമ്മളൊന്ന് ആലോചിക്കണം. EMSനെയും നായനാരെയും ഒക്കെ പോലെയുള്ള എത്രയോ മഹാന്മാരായ നിസ്വാർത്ഥരായ AKG പോലുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ അവരാരുടെ മക്കളുടെ പേര് വരാത്തൊരു ആരോപണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് മാസം 8 ലക്ഷം രൂപ വീതം പിണറായി വിജയന്റെ മകൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് കരിമണൽ കർത്ത എന്ന വിവാദ വ്യവസായിയിൽ നിന്ന്. എന്താണ് അതിന്റെ സോഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ എക്സാലോജിക്ക് കമ്പനി അവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നു. എന്ത് സർവീസ്? ഇന്നേ വരെ അവിടെ ഒരു സർവീസും ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായി. ആ കമ്പനിയിലെ ജനറൽ മാനേജറും ഫിനാൻസ് മാനേജറും എഴുതി കൊടുത്തിരിക്കുന്നു. ഒന്നുമില്ല. പിന്നെ ഇവർക്ക് കുറെ പൈസ കൊടുക്കുന്നു. ആ പൈസ കൊടുക്കുന്നത് എന്തിനു വേണ്ടി? വീണ വിജയന് വെറുതെ എന്തിന് പൈസ കൊടുക്കുന്നു? അപ്പോൾ വീണ വിജയൻ ആരാണ്? വീണ വിജയൻ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളാണ്. അപ്പോൾ ആ പൈസ ആർക്കുള്ളതാണ്? ആ മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കുന്ന വഴിവിട്ട സേവനങ്ങൾക്കുള്ള പൈസയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈ കോപ്രായങ്ങൾ ദേശീയ തലത്തിൽ CPMന് വലിയ തോതിൽ, ദേശീയ തലത്തിൽ അവിടെ ഒന്നും ഇല്ല എങ്കിൽ പോലും ആ ഒരു ദേശീയ വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിൽ ആയില്ലേ? വലിയ എന്നിട്ടും ഇപ്പോൾ ഓരോരുത്തർ പോസ്റ്റ് ഞങ്ങൾ ചോര കൊടുത്ത് സംരക്ഷിക്കും പിണറായി വിജയനെ. എന്ത് കാര്യത്തിൽ? ഇനിയും കട്ടുപിടിക്കാനോ? അതാണ് നമ്മുടെ ചോദ്യം. അല്ല, അതാ വീണ തൈക്കണ്ടി അവർക്ക് എന്താണ്? അതെ, വീണ തൈക്കണ്ടിയും മുഹമ്മദ് റിയാസും പിന്നെ വിദേശത്തേക്ക് പറക്കുന്നു. അവരവരുടെ ജീവിതം ആഘോഷിക്കുന്നു. ഇവിടെ 5 വയസ്സാക്കിയിലേക്ക് കുറ്റിപിടിയും വലിച്ച് നടക്കുന്നവൻ കാറ് തല്ലി പൊട്ടിക്കാൻ പോകുന്നു. അവൻ്റെ വീട് എഴുതി വിട്ടിട്ട് ജാമ്യം എടുക്കാൻ ഇപ്പം നിൽക്കുകയാണ്. കാരണം ഇപ്പം തന്നെ CPM നേതാക്കളുടെ
ആ ഒരു ശരീരഭാഷയിൽ നിന്ന് തന്നെ അവർ ചെയ്ത് തെറ്റായി പോയി എന്നുള്ള രീതിയിലുള്ള ഒരു ഇപ്പൊ വിനയായി തുടങ്ങി. കുറച്ച് ഉച്ച കണ്ടവരല്ല വൈകുന്നേരം കാണുന്നത്. അതെ, അതാണ് ഇപ്പൊ പിന്നെ ഇയാൾ വന്ന് ഏതായാലും ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ബ്രിട്ടാസ് വന്നിട്ട് ഏതായാലും റഹീം വന്ന് ഇംഗ്ലീഷ് പറഞ്ഞ പോലീസുകാർ ഓടി രക്ഷപ്പെട്ടെ. ബ്രിട്ടാസ് വന്ന് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്നതുകൊണ്ട്, എസ് പിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ വി ജോയി എന്ന് പറയുന്ന MLA ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ ആക്ടിങ് മറ്റേ പുള്ളിയല്ലേ. അപ്പൊ ഈ വി ജോയി ഇപ്പം വളരെ തണുത്തു. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞവരെ എല്ലാം ഇപ്പം അവർ സമ്മതിക്കുന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരും, ഞങ്ങൾ ആളെ എത്തിച്ചത്. ഫോട്ടോ വീഡിയോ കൊടുത്തല്ലേ. അതിന്റെ ആവശ്യം എന്താണ്? പോലീസിന് അറിയത്തില്ലേ പോയി പിടിക്കാൻ? പിന്നല്ലാതെ പാർട്ടി ഓഫീസിൽ കയറി ഇരിക്കുകയാണെങ്കിൽ അവിടെ കയറി പിടിക്കണം. കാരണം വഴിയെ പോയ 2 പാവപ്പെട്ട പിന്നെ ഡ്രൈവർമാരുടെ ഉപജീവന മാർഗമായിട്ടുള്ള വാഹനം അടിച്ചു പാർട്ടി ഓഫീസിൽ കുറ്റവാളികളെ പാർപ്പിക്കാനുള്ള സ്ഥലമല്ല. അവിടെ കയറിയ വേറെ പ്രശ്നമുണ്ട്. അവിടെ വടിവാള്, ഗുണ്ട്, ബോംബ്, സ്റ്റീൽ ബോംബ്, വെറൈറ്റി ഓഫ് കമനീയമായ ശേഖരം കാണും ഇതിന്റെയൊക്കെ. അതാണ് ഇവന്മാർക്ക് പേടി. അതൊന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇച്ഛാശക്തിയുള്ള ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പാർട്ടി ഓഫീസ് റെഡി ചെയ്യണം. അത്രേ ഉള്ളൂ. കാരണം ഈ കുറ്റവാളികൾ വിളിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും അവിടെ കയറി പിടിക്കണം. ഇനി ഇവരെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരമാണ്. ഒരു കാരണവശാലും എന്തിനു വേണ്ടിയാണ് ഒരു മുൻ മുഖ്യമന്ത്രി, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങിയിരിക്കുന്നു. മാസപ്പടി വാങ്ങി ഈ നാട്ടിലുള്ള പാവങ്ങളാണോ? മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തന ഫണ്ട് ഏതാണ്? ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസയില്ല. ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾ മുതലാളി തരുന്ന പൈസ വാങ്ങിക്കുമായിരിക്കും. എങ്കിലും പോലും പേരിന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും നാട്ടുകാരുന്ന പൈസ പിരിക്കാറുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് നിങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ട്. ഈ ഇമാതിരി ഒരു റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ ഒരു തലസ്ഥാന നഗരത്തിൽ ഇത്രയും ഒരു അഴിഞ്ഞാട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. മാത്യു കുഴൽനാടൻ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്നതിന്റെ ഒരുപാട് അപ്പുറത്താണ് ഇതിന്റെ ഒരു തട്ടിപ്പിന്റെ ആഴമെന്നാണ് പറഞ്ഞത്. ഇത് ഒരെണ്ണം മാത്രമാണ്. ഈ എക്സാലോജിക്കിന്റെ ഒരു തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. നിരവധി തട്ടിപ്പുകൾ ഈ 10 വർഷത്തിനുള്ളിൽ പിണറായി വിജയനും മക്കളും ചേർന്ന് നടത്തി. CBI, ഇന്റർപോൾ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കേരളം പോലെ 5 സംസ്ഥാനം വാങ്ങിക്കാനുള്ള പൈസ അവരിൽ കാണും. മാത്രമല്ല പിണറായി വിജയൻ ഒരിക്കലും BJP കൈവിടുമെന്ന് പ്രതീക്ഷിച്ചു. BJP-യായിട്ട് വൻപൻ ഡീലുകൾ നടത്തിയ ആളാണ്. വലിയ ഡീലുകൾ. ലാവ്ലിനുണ്ട്. 40 തവണ എങ്ങാണ്ട് കേസ് മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം അത് കോടതിയുടെ പ്രശ്നം കൊണ്ടല്ല, ഈ സർക്കാർ വക്കീൽ വരാത്തോണ്ടാണ്. പക്ഷെ അവർ കൈവിട്ടു. ഇനി കൈവിടും. അവർ കൈവിട്ടു. ഇനിയിപ്പോൾ രക്ഷയില്ല. മകള് ജയിലിൽ പോകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. BJP സർക്കാർ, കേന്ദ്ര സർക്കാർ സഹായിച്ചെങ്കിൽ മാത്രമേ ഇനി രക്ഷപ്പെടാൻ പറ്റൂ. അതിന് എനിക്ക് തോന്നുന്നില്ല അവർ സഹായിക്കുമെന്ന്. ഇയാളെ നശിപ്പിച്ചെങ്കിലേ അവർക്ക് വളരാൻ പറ്റും. അത്രേ ഉള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇതിന് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഭരണസമിതി കൂട്ടുനിൽക്കാൻ പാടില്ല. ഇപ്പോഴത്തെ UDF സർക്കാർ ഒരു കാരണവശാലും ഈ പിണറായി വിജയനെ അയാളുടെ മകളെ രക്ഷിക്കാനുള്ള ഒരു നടപടിക്രമത്തിലും കൂട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് തെറ്റ് ചെയ്തവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. ഇവർ കട്ടുമുടിച്ചത് നമ്മുടെ ഖജനാവിലെ പണമാണ്. ഇനി ഈ ആരോപണം തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ കുറ്റമുത്തരാക്കും, കോടതി കുറ്റമുത്തരാക്കുമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞെല്ലാം പിണറായി വിജയൻ വിഴുങ്ങിയില്ല. അതെ, പിണറായി വിജയൻ പറഞ്ഞത് എന്താ? ബിനീഷ് കോടിയേരിയെ പിടിച്ച് പുറത്താക്കുന്ന സമയത്ത്, അയാളുടെ വീട്ടിൽ ED-യുടെ റെയ്ഡ് നടന്ന സമയത്ത് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? കേന്ദ്ര സർക്കാരിന്റെ എന്താണ് ED-യുടെ കൈവശം ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല, നമ്മൾ അതിൽ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നത് ഞങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ്. പിണറായി വിജയനെ തകർത്താൽ ഇവിടെ എന്താ പറയാ? പിണറായി വിജയനെ ജനങ്ങൾ തന്നെ തകർത്തു. പിന്നെ പുള്ളിയുടെ ഏറ്റവും സുപ്രസിദ്ധമായ വാഗ്ദോരണി, മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കണ്ട. എല്ലായിടത്തും പറഞ്ഞു ഇപ്പം മടിയിലെ കനം പുറത്തു വരാറായപ്പോൾ പേടിയായി. കൂട്ടിന് ഗുണ്ടാസംഘങ്ങളെ വിളിച്ചു വരുത്തുന്നു, പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു, തണലൊരുക്കുന്നു, പരിശോധിക്കാൻ വന്നവരെ ആക്രമിക്കുക. ഇതൊക്കെ UP-യിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ. അവിടെ പോലും ഇങ്ങനെ സംഭവിക്കില്ല. അവിടെ ഇതുപോലെ വന്നാലുണ്ടല്ലോ, UP പോലീസ് ഉണ്ട്, ആദ്യം വെടിവെക്കും, പിന്നെ കാര്യം ചോദിക്കും. ഈ പണ്ടൊരു എനിക്ക് തോന്നുന്നു 80കളിലാന്ന് തോന്നുന്നു, 80കളിൽ ഒരു ബീഹാറിലൊക്കെ പണ്ട് ഇങ്ങനെ സംഭവിക്കും. ഒരു MP-യുടെ വീട് റെയ്ഡ് ചെയ്യുന്നത്, പിന്നെ റെയ്ഡ് ചെയ്യുന്ന ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്, റെയ്ഡ് എന്നും പറഞ്ഞു. ഈ അജയ് ദേവഗൺ അഭിനയിച്ചത്. അതിനകത്ത് ഇതുപോലാണ്. ഈ ഇത്രയും ഉദ്യോഗസ്ഥർ കയറി കഴിയുമ്പോഴത്തേക്ക് ഇയാൾ നാട്ടിൽ നിന്ന് ആൾക്കാരെ മൊത്തം വരുത്തിയിട്ട് ഇവരെ കൊല്ലാൻ തയ്യാറായിട്ട് ആൾക്കാർ കയറുകയാണ് ഇതിനകത്തേക്ക്. ആ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇയാളുടെ ഭിത്തിയൊക്കെ കുത്തി ഇടിക്കുന്നുണ്ടെ അതിനകത്ത് നിറച്ച് നോട്ട് കെട്ടുകളാണ്. നടന്ന സംഭവമാണ്. ഒരു MP-യുടെ അനധികൃത സമ്പാദ്യം പിടിച്ചാണ്. അത് അന്നത്തെ ആ ഒരു ഉദ്യോഗസ്ഥൻ, ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ, അയാളുടെ ജീവൻ പോലും ഒന്ന് അപകടത്തിലായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കേസും. ഇതിനകത്ത് ഈ പറയുന്ന പിണറായി വിജയൻ UP-യിലെ നമുക്കറിയാം, അവിടുത്തെ എന്ന് പറഞ്ഞാൽ രാജാണ്. അതുപോലല്ലോ കേരളം. പക്ഷെ ഇവിടെ ഇന്ന് ഞാൻ കണ്ടത് ആ സിനിമയ്ക്ക് അനുകൂലിക്കുന്ന രംഗങ്ങളാണ്. ആ സിനിമയിലെ രംഗങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ എന്തായാലും പിണറായി സംഘങ്ങൾ ഇതൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിനേക്കാളും വലിയ സംഗതി പുറകെ ഒന്നും വരുന്നില്ല. വീണ തൈക്കണ്ടി ഉള്ളിൽ പോകും എന്ന് ഏതാണ്ട് ഉറപ്പായി. ഡീല് നടന്നില്ല.